എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പാനിൻ്റെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ പറയാനായിട്ടാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. നമ്മളിപ്പം കുറച്ച് നാളുകളായിട്ട് പുതിയൊരു പാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പാൻ കണ്ടിട്ട് ഒരുപാട് പേര് കമൻസിലൂടെ ചോദിക്കാറുണ്ട് യൂസ് ചെയ്യുന്ന പാൻ ഏതാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ 2 പാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ യൂസ് ഒക്കെ നോക്കി നന്നായിട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ വീണ്ടും 2 പാൻ കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പാൻ എന്ന് പറയുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാൻ തന്നെയാണ്. പക്ഷേ ഇത് ഹൈബ്രിഡ് പാൻസ് ആണ്. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലും അതുപോലെ കാസ്റ്റ് അയണിൻ്റെയൊക്കെ ഒരു ഫീച്ചറോട് കൂടിയിട്ടുള്ള ഒരു നോൺ ടോക്സിക് ആയിട്ടുള്ള കോട്ടിംഗ് ഉള്ളൊരു പാനാണ്. അപ്പോൾ ഇത് നമ്മളിപ്പം വാങ്ങിച്ചിട്ടുള്ളത് സ്വീഡനിലെ ഒരു ബ്രാൻഡായിട്ടുള്ള ഓയിനെക്സ് കുക്ക്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ പാനാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാനായിട്ട്. നമ്മളിപ്പം ഡിഷ് വാഷറിലൊക്കെ വെച്ചിട്ട് പാത്രം കഴുകാം, അതുപോലെ ഓവനിൽ വെക്കാം. തന്നെയല്ല ഭയങ്കര ഈസി ആയിട്ട് നമുക്കിത് വളരെ പെട്ടെന്ന് ഇത് കുക്ക് ചെയ്യാനും പറ്റും. അപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഹെക്സ്ക്ലാഡിൻ്റെ ഹൈബ്രിഡ് പാൻസ് ഉണ്ട്. നമ്മുടെ ഷെഫായിട്ടുള്ള ഗോർഡൻ റാംസയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ ഇത് ആമസോണിലൊക്കെ നിങ്ങൾ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഒരു പാനിന് തന്നെ ഒരു 50,000 റേഞ്ച് വില വരുന്ന പാൻസാണ് ഉള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് സ്വീഡിഷ് ബ്രാൻഡാണ്. അപ്പം ഞാനിത് ആദ്യം ഒന്ന് ഇങ്ങനെ ആഡ് കണ്ടപ്പോൾ ഇങ്ങനെ വാങ്ങിയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ യൂസ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. നമ്മൾ ടോക്സിക് ആയിട്ടുള്ള നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ഉള്ള ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ള പാനുകളൊക്കെ ക്യാൻസറസ് ആണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നോൺ ടോക്സിക് ആയിട്ടുള്ള കോട്ടിംഗ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ രണ്ടാമത് വാങ്ങിച്ചിട്ടുള്ള 2 പാൻസ്. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പാനിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഹെക്സഗൺ ഡിസൈൻ ആണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കോട്ടിംഗ് ആണ് പുറത്തും അതുപോലെ തന്നെ അകത്തും ഉണ്ട്. ഭയങ്കര നോൺ സ്റ്റിക്കാണ്. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തത്ര നോൺ സ്റ്റിക്കൊന്നും അല്ല. അപ്പോൾ നമ്മൾ ഇതിൽ ആഡിലൊക്കെ കാണുന്ന പോലെ അത്രയും നോൺ സ്റ്റിക്കല്ല, കുറച്ചൊക്കെ സ്റ്റിക്കാവും. പക്ഷേ സ്റ്റിൽ നമുക്കിത് വർത്താണ്. നമുക്ക് എപ്പോഴും പാൻസ് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്, ലൈറ്റ് വെയ്റ്റ് ആണ് കമ്പയർഡ് ടു കാസ്റ്റ് അയൺ പാത്രങ്ങളെക്കാട്ടിലും. അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് വളരെ കുറഞ്ഞ തീയിൽ പെട്ടെന്ന് തന്നെ ഇത് ചൂടാകും. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. പക്ഷേ ഇതിൻ്റെ അടിയിലൊന്നും പിടിക്കില്ല. നല്ല ഹെവി ബോട്ടംഡ് ആയിട്ടുള്ള പാനാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ 2 പാൻ മേടിച്ചിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് രണ്ടാമതും വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഇതെല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങുക. ക്വാളിറ്റി കുറഞ്ഞ നോൺ സ്റ്റിക്ക് ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ള പാനൊക്കെ നിങ്ങളെടുത്ത് കളയുക. ചെറിയൊരു സ്ക്രാച്ച് വീണാൽ പോലും നമ്മൾ വീണ്ടും അത് യൂസ് ചെയ്യരുത്. അപ്പോൾ ഞാൻ എപ്പോഴും വ്യൂവേഴ്സിനോട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ പല വീഡിയോസിൽ അതുപോലെ പലരുടെ വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ കോട്ടിങ് പോയ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ യൂസ് ചെയ്യുന്നത്. അത് ഒട്ടും യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് കളയുക. സ്റ്റീൽ പാത്രങ്ങളും മൺപാത്രങ്ങളും കാസ്റ്റ് അയണും അതുപോലെ കോട്ടിങ് പോകാത്ത നോൺ സ്റ്റിക്ക് പാത്രങ്ങളുമാണ് ഏറ്റവും സേഫായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ ഇൻഫർമേഷൻ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഒക്കെ നമ്മുടെ വരും വീഡിയോസിൽ ഓരോ റെസിപ്പി ചെയ്യുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കയറി നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്